ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്നലെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് യുദ്ധം പെട്ടെന്ന് തീരും എന്നുള്ള ഒരു പ്രസ്താവന ഗ്ലോബൽ മാർക്കറ്റുകൾ വളരെ പോസിറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്യപ്പെട്ടത്. US മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും ഒന്നടങ്കം അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി കിട്ടി. ഇന്ത്യൻ മാർക്കറ്റും ഇന്നലെ നിഫ്റ്റി ഗംഭീരമായിട്ടുള്ള ഒരു റാലി രേഖപ്പെടുത്തി. എന്നാൽ യുദ്ധം അത് ക്ഷമിച്ചിട്ടില്ല. ഇപ്പോൾ ഇരു രാജ്യങ്ങളുടെ നേതാക്കൾ തമ്മിൽ വാക്പോരും തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ്റെ ഭാഗത്തു നിന്ന് അവർ പറയുന്നത് ട്രംപ് കൊല്ലപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളൊരു വാണിങ്. ട്രംപും തിരിച്ചങ്ങോട്ട് യുദ്ധം ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് ആക്രമിക്കാൻ പറ്റി എന്നുള്ള അഭിപ്രായം. എന്നാൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രസ്താവനകളൊന്നും തന്നെ ഇല്ലാതെ അവർ മേ ബി സിറിയയിലൊക്കെ പ്രയോഗിച്ച പോലെ കാർപ്പറ്റ് ബോംബിംഗ് ആയിരിക്കാം ഇനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തമായിട്ടൊരു ഉന്മൂലനമായിരിക്കാം അവരുടെ ഭാഗത്തുനിന്ന് ഉള്ളത്. അപ്പോൾ എനിവേ ഇത് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുള്ള ആ ഒരു പ്രസ്താവന കാരണം ക്രൂഡ് പ്രൈസ് ഫോൾ ആയിട്ടുണ്ട്. എന്നാലും ഇന്ത്യയിൽ LPG ക്രൈസിസ് അല്ലെങ്കിൽ ലോക മൊത്തം LPG ക്രൈസിസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒപെക് രാജ്യങ്ങളുടെ നിലവിൽ അവരുടെ ഓയിൽ പ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള അവരുടെ തീരുമാനം വളരെയധികം സുപ്രധാനമാണ്. ഇതിനിടെ ഈ മിഡിൽ ഈസ്റ്റിലെല്ലാം തന്നെ ആക്രമണം വളരെ വലിയ തോതിൽ തന്നെ ഉണ്ട് എന്നുള്ളതും വാസ്തവമാണ്. ഇനി നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ ആ ഒരു US മാർക്കറ്റ് ഈ ഗംഭീരമായിട്ടുള്ള റാലിക്കൊക്കെ ശേഷം വളരെ ഫ്ലാറ്റായ രീതിയിലാണ് ക്ലോസ് നടത്തിയത്. ഇന്നലെ നമ്മുടെ ഏഷ്യൻ സൈഡിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള റാലി ഉണ്ടായിരുന്നു. ഇന്നും പോസിറ്റീവായിട്ട് തന്നെയാണ് ഏഷ്യൻ മാർക്കറ്റുകളും തന്നെ ഉള്ളത്. എന്നാൽ നിഫ്റ്റി ഇന്നലെ നമ്മൾ കണ്ട പോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പും ഒന്നും തന്നെ അസഫ്നോ ഇല്ല. മേ ബി ചേഞ്ച് ആയേക്കാം. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ ഏറ്റവും താഴെ നാസ്ഡാക്കും ഡോയും കാണാം ജസ്റ്റ് ഫ്ലാറ്റായിട്ട് അടിച്ചു. എന്നാൽ അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ഗംഭീര റാലി ഉണ്ടായിരുന്നു. ഇന്ത്യ വിക്സ് ഇന്നലെ 20% അടുത്ത് ഫോളായി ക്രാഷ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി, ജപ്പാൻ മാർക്കറ്റ്, കൊറിയ, കോസ്പി, ഓസ്ട്രേലിയ എല്ലാം തന്നെ ഗംഭീരമായ റാലിയിലാണ്. ഡോ ഫ്യൂച്ചറും പോസിറ്റീവാണ്. എന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 24,278 നമ്മുടെ ക്ലോസിങ്ങിന് താഴെയാണ്. പിന്നെ ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് എല്ലാം തന്നെ 5,200 മറികടന്നു. സിൽവറും മറികടന്നു. ബ്രന്റ് ഓയിൽ $87 പെർ ബാരൽ എന്ന നിലയിൽ നിലനിൽക്കുന്നുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഇൻഫോസിസ് ഇടിഞ്ഞിട്ടുണ്ട്. എന്നാൽ വിപ്രോ 10% ഈ ADRൽ സ്പൈക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഒരു മാർക്കറ്റായിരിക്കാം നമുക്ക് ഇന്നുള്ളത്. നമുക്ക് നാളെയാണ് സെൻസെക്സിൻ്റെ എക്സ്പയറി. അപ്പോൾ ഓരോ എക്സ്പയറീസും വളരെയധികം ക്രൂഷ്യലാണ് ഇനിയിപ്പോൾ. കാരണം മാർക്കറ്റ് നമുക്കറിയാം ഒരേ സമയം തന്നെ ചെറിയ പ്രീമിയം എല്ലാം തന്നെ വലിയ രീതിയിൽ സ്പൈക്ക് ചെയ്യുന്നു. ഇന്നലെ നോക്കുകയാണെങ്കിൽ 20% വിക്സ് ക്രാഷ് ചെയ്തുകൊണ്ട് കോള് ബൈ ചെയ്ത ആളുകൾക്ക് പോലും പ്രോഫിറ്റ് ഇല്ല. കാരണം അത്ര സീവിയർ ആയിട്ടാണ് മാർക്കറ്റ് വിക്സ് ക്രാഷായത്. വിക്സ് ക്രാഷ് ചെയ്യുമ്പോൾ മാർക്കറ്റ് കയറി, എന്നാൽ കോള് ബൈ ചെയ്താൽ പോലും പ്രോഫിറ്റ് ഇല്ലാത്ത രീതിയിലുള്ള വിക്സ് ക്രാഷാണ് നടന്നത്. പുട്ടിൻ്റെ എല്ലാം തന്നെ പ്രീമിയം, PECയുടെ എല്ലാം തന്നെ പ്രീമിയം ഇന്നലെ വളരെ സീവിയറായ രീതിയിൽ ക്രാഷ് ചെയ്തു. അപ്പോൾ ഇന്നലെ ഓപ്ഷൻ റൈറ്റേഴ്സിന് വലിയ തോതിലുള്ള ഗുണം കിട്ടി. ബയേഴ്സിന് ഇന്നലെ സംബന്ധിച്ച് അവരുടെ വ്യൂ അനുസരിച്ച് കോളൊക്കെ എടുത്ത ആളുകൾക്ക് അവരുടെ വ്യൂ അനുസരിച്ച് മാർക്കറ്റ് പോയെങ്കിൽ കൂടിയും പ്രോഫിറ്റ് അല്ല. ഇന്നലെ എല്ലാം തന്നെ ഹോൾഡ് ചെയ്ത ആളുകളുടെ ഭീകരമായ രീതിയിൽ ലോസ് വന്നിട്ടുണ്ടാവും. അത്തരത്തിൽ നിങ്ങൾക്ക് ഇന്നലെ ഹോൾഡ് ചെയ്ത് ഓവർനൈറ്റ്, അതായത് മിനിഞ്ഞാന്ന് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു കയ്യിൽ, ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് വന്ന നഷ്ടം എന്ന് രേഖപ്പെടുത്തുക. കാരണം എനിക്ക് തോന്നുന്നു ഹോൾഡ് ചെയ്ത ആളുകളുടെ വലിയ ഒരു 90% ക്യാപിറ്റൽ ഇന്നലെ ആ ഒരു പ്രീമിയത്തിൻ്റെ ക്യാപിറ്റൽ, ടോട്ടൽ ക്യാപിറ്റലല്ല പ്രീമിയത്തിൻ്റെ ക്യാപിറ്റൽ പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് വസ്തുത. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നല്ല. അതിന് മുമ്പ് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടുകളെല്ലാം തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഫ്രീ ആയിട്ട് ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ബ്രോക്കറായിട്ടുള്ള അപ്സ്റ്റോക്കിൽ ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ അപ്സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഉപയോഗപ്പെടുത്താം. ആദ്യം ഇന്ത്യയുടെ CEO റിസൈൻ ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള MD ഈ CEO സ്ഥാനം ഏറ്റെടുക്കും. അപ്പോൾ ആ ഒരു റീസ്ട്രക്ചർ നടന്നു എന്നുള്ള ന്യൂസ്. അദാനി എൻ്റർപ്രൈസസ് കമ്പനി അദാനി റോഡ് ട്രാൻസ്പോർട്ടിലെ 49% സ്റ്റേക്ക് അക്വയർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. TVS സപ്ലൈ ചെയിൻ കമ്പനി ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഇവർ എൻഹാൻസ് ചെയ്യുകയാണ്. 40,000 സ്ക്വയർ ഫീറ്റിൽ ഒരു പുതിയ വെയർ ഹൗസ് ചെന്നൈയിൽ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. HG ഇൻഫ്രാ കമ്പനി 401 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. വാരേസ് എനർജി കമ്പനി ഇവരെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, ഇവരൊരു
യുണൈറ്റഡ് സോളാർ ഹോൾഡിംഗ്സ് ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. അരവിന്ദ് സ്മാർട്ട് സ്പേസ് ബാംഗ്ലൂരിൽ 330 കോടി രൂപ വളർത്തു വരുന്ന റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ചെയ്യാൻ അവർ കമ്പനി തീരുമാനമെടുക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനി ഇവർ CMR ഗ്രീൻ ടെക്നോളജിയായിട്ട് ഒരു പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റി രാജസ്ഥാനിൽ തുടങ്ങാൻ ധാരണയായി. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് കമ്പനി ഇവർ 25 ഏക്കർ ലാൻഡ് ബാംഗ്ലൂരിൽ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്, റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ. ഇൻഫോസിസ് ഇനാർക്കോ ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഗോദാവരി കമ്പനി ഇവർ ജപ്പാനിൽ നിന്ന് ഇവർക്കൊരു പുതിയ പേറ്റൻറ്റ് ലഭിച്ചു. ചോയ്സ് ഇൻ്റർനാഷണൽ കമ്പനി ഇവർ ചോയ്സ് ബ്രോക്കറിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 50% സ്റ്റേക്ക് അക്യൂർ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഉള്ള ന്യൂസുകൾ. നമുക്ക് വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് കാണാം. താങ്ക് യു ഓൾ.